മെയ് 6 തീയതി 2026 സഭാമാതാവ് നമുക്ക് തരുന്ന സുവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യം. ഈ നല്ലൊരു സുവിശേഷം, ഇതിലെ ക്രിസ്തു നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാകുന്നു എന്നാണ്. അതിലെ തോട്ടക്കാരനോ അതിലെ കൃഷിക്കാരനോ സാക്ഷാൽ പിതാവും ആകുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ശാഖകളാകും. ആ തായ്തണ്ട് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ആ ഒരു തണ്ട് എന്നുള്ളത് ക്രിസ്തുവായിരുന്നു. മുന്തിരിച്ചെടിയിൽ നിന്ന് മെയിൻ തണ്ടാണ് ക്രിസ്തു, അതിൻ്റെ ശാഖകളാകുന്നു നമ്മൾ. അപ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഫലം പുറപ്പെടുവിക്കും. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ കൂടുതലായിട്ട് ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ ഞാനും അവനും ഒന്നായിരിക്കുവാൻ, പിതാവിനോടൊപ്പം ഒന്നായിരിക്കുകയും ചെയ്യും. ഇനി കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ടാണ് നമ്മൾ ക്രിസ്തുവുമായിട്ട് എപ്പോഴും ഒന്നായിരിക്കണം എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, നല്ല നന്മകൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളത്. നമ്മൾ പൈശാചികമായ അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ മാർഗങ്ങളിൽ വീഴുവാനുള്ള സാധ്യത തീരെ കുറയും എന്നുള്ളതാണ് ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ. പ്ലൂട്ടോ എന്ന് പറഞ്ഞൊരു ഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടാകും. ഇവിടെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ നമുക്കറിയാം. കേരളമൊക്കെ വളരെയധികം ചൂട് കൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഭയങ്കര സൂര്യപ്രകാശമാണ്. പക്ഷേ ഈ പ്ലൂട്ടോയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അന്ധകാരമാണ്. എന്തുകൊണ്ടാണ് അവിടെ അന്ധകാരം? കാരണം ഇത് സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലൂട്ടോയ്ക്ക് അന്ധകാരത്തിൽ കഴിയേണ്ട അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലെയാകുമ്പോൾ നമ്മളും അന്ധകാരത്തിൽ വസിക്കേണ്ടതായിട്ട് വരുന്നു. അന്ധകാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്മയിലേക്ക് നമ്മൾ ചാഞ്ഞ് മുഴുവനും അന്ധകാരത്തിലേക്ക്, പൈശാചികതയിലേക്ക് മാറിപ്പോകുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ പല തവണയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു മഴത്തുള്ളി ഇങ്ങനെ വീണ് തറയിൽ മുട്ടുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീണ് ഒരുപാട് സമയം കഴിയുമ്പോൾ, ഒരുപാട് കാലം കഴിയുമ്പോൾ അവിടെ ഒരു കറ ഉണ്ടാവും. ചെറിയ രീതിയിൽ നമ്മൾ തിന്മയുടെ മാർഗത്തിലൂടെ പോകുമ്പോൾ ഒരു ദിവസം ചെറുതായിട്ട് ചെയ്ത് പിന്നീട് അത് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കറയായി അവിടെ മാറുന്നു. നമ്മൾ അതിനോട് വീണ്ടും പുറകോട്ടേക്ക് വരാൻ ഒരുപാട് ദൂരം പോയിട്ട് പിന്നീട് പുറകോട്ട് വരാൻ കുറച്ച് പ്രയാസമാണ്. മുന്നോട്ടോടാൻ എളുപ്പമാണ്, അതുപോലെ തിരിച്ചോടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ക്രിസ്തുവുമായിട്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ തിന്മയുടെ ആകർഷണം, തിന്മയുടെ ആ വലയം, അതിൽ നമ്മൾ പെടാതെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം ഇങ്ങോട്ട് തിരിയുമ്പോഴും അങ്ങോട്ട് തിരിയുമ്പോഴും ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇതാണ് റൈറ്റ് ആയിട്ടുള്ള വഴി, ഇത് വിവേകം എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മളുടെ ചെവികളിൽ വന്ന് മന്ത്രിച്ചു തരുന്നത്, ഹൃദയത്തിൽ വന്ന് മന്ത്രിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നീങ്ങേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. ക്രിസ്തുവുമായിട്ട് ആര് ചേർന്ന് നിൽക്കുന്നു അവൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നു. എന്താണ് ഈ ഫലം പുറപ്പെടുവിക്കുന്നത്? അത് താഴ്ത്തണ്ടിൽ നിന്ന് വളവും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന ശിഖരം, ആ ശാഖ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. അതായത് ഫലം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മനുഷ്യരായിട്ടുള്ള നമ്മൾ എന്താണ് ഫലം പുറപ്പെടുവിക്കുന്നത്? ഫലം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നന്മയുടെ പാതയിൽ നയിച്ച് നമുക്ക് ഒരുപാട് നന്മ പ്രവൃത്തികൾ പുറപ്പെടുവിക്കും എന്നതാണ് പറയുന്നത്. തിന്മയുടെ ആ ഒരു കറയെല്ലാം മാറ്റപ്പെട്ട് എവിടെ ചെന്നാലും നന്മയുള്ളവളായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണ നമ്മൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ നന്മയുടെ മാർഗത്തിലേക്ക് ജീവിക്കുവാനായിട്ടാണ് ഈ സുവിശേഷം നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ക്രിസ്തു പറയുന്നത് എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കുക. എപ്പോഴൊക്കെയാണ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കേണ്ടത്? കുർബാനയ്ക്ക് പോകുന്ന ആ സമയവും രാത്രി 7 മണിക്ക് ആകുമ്പോൾ ജപമാല ചൊല്ലുന്ന ആ സമയവും ആണ് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കേണ്ട സമയം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളാണ് നമ്മൾ എല്ലാവരും തന്നെ. പക്ഷേ മറിച്ച് എപ്പോൾ വേണമെങ്കിലും നമ്മളിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ സാധിക്കും, പഠിക്കാൻ പോകുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ സാധിക്കും, കളിക്കാൻ പോകുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ സാധിക്കും, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, സിനിമയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പാർക്കിൽ പോകുമ്പോൾ, അതുമല്ലെങ്കിൽ കുട്ടികളൊക്കെ ജിംനേഷ്യത്തിൽ പോകുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, ഇങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴും ക്രിസ്തുവുമായിട്ടായിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തു ആവശ്യപ്പെടുന്ന ഒരു കാര്യം. കാരണം
ക്രിസ്തുവുമായിട്ട് ആയിരിക്കുമ്പോൾ നമ്മൾ നന്മയെ പുറപ്പെടുവിക്കും. നമ്മളിൽ ആശ്രയിക്കുന്നവർക്കും നമ്മൾ നല്ലത് കൊടുക്കുന്നു, നമ്മൾ തിരിച്ചും നന്മ വാങ്ങുന്നു. അങ്ങനെ ക്രിസ്തുവുമായിട്ട് എപ്പോഴും നന്മയിൽ നീങ്ങുന്ന നമ്മൾ എപ്പോഴും ആരായിരിക്കും? ക്രിസ്തുവിന്റെ ആ ഒരു മുന്തിരി ഈ ചെടിയുടെ ശാഖയായിട്ട് എപ്പോഴും ഒട്ടിയിരിക്കുന്നതായി നമ്മൾ കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായും സ്വർഗരാജ്യം ഉറപ്പാണ്. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂടെ നമുക്ക് വസിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു അഷ്വറൻസ് കൂടിയാണ് ക്രിസ്തു തരുന്നത്. ഇത് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയാലുള്ള അവസ്ഥയെ കുറിച്ചും പറയുന്നുണ്ട്. എന്നിൽ നിന്ന് വളം സ്വീകരിക്കാതെ ഞാൻ തരുന്ന അത് സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് അന്ധകാരത്തിൽ എറിയപ്പെടും. ഇങ്ങനെ അവർ മുറിച്ചു മാറ്റപ്പെട്ട് അന്ധകാരത്തിൽ എറിയപ്പെടുന്ന ശാഖ പോലെ ആയിത്തീരും. മുറിച്ചു മാറ്റപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്ത് അവസാനം അന്ധകാരത്തിലേക്ക് പോകുന്നു. ക്രിസ്തുവില്ലാതെ കുറെ നാൾ ജീവിച്ചു ഒരുപാട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് എസ്തെറ്റിക് അല്ലെങ്കിൽ ഫ്രീ തിങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ പോയി കണ്ട വാട്സാപ്പിലും ഇതിലൊക്കെ വരുന്ന വീഡിയോസും ഇതെല്ലാം കണ്ട് ക്രിട്ടിസൈസ് ചെയ്ത് ക്രിസ്ത്യാനികളെയും ദൈവവചനത്തെയും ക്രിട്ടിസൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യകുലത്തിന് അടിമയായി പോയി. അങ്ങനെ അറിയാണ്ട് നമ്മൾ ഈ കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ തിരമാലകൾ വന്ന് അടിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ ആദ്യം നിന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇല്ല, മറിച്ച് ഈ തിരമാല പതുക്കെ പതുക്കെ നമ്മളെ കടലിനെ ആഴത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു മാസ്മരികതയുണ്ട്. അതുപോലെ പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയും അറിയാതെ തന്നെ ഒരു ആഴങ്ങളിലേക്ക് അവൻ ചെന്ന് പോകുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് ഓടി വരുവാൻ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് പോലെ തിരിച്ചു വരുവാൻ പിന്നീട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമയത്ത് വളരെയധികം സൂക്ഷിക്കേണ്ടതും. കാരണം ഇന്നത്തെ ലോകം ചുറ്റുപാടും ഒരുപാട് പ്രലോഭനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നതാണ്. ഈ സമയം നമ്മൾ നിരന്തരം അധ്വാനിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി, ക്രിസ്തുവുമായി ഒട്ടി നിൽക്കുവാൻ വേണ്ടി. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും, ഒരുപാട് സമ്പത്തുണ്ടാവും, സ്വാധീനം ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പ് വലയങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചതാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്, ക്രിസ്തുവിന്റെ ദാനമാണ്. അല്ലാതെ നമ്മുടെ അധ്വാനിച്ച് നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല. ഇതെല്ലാം ഫ്രീ ആയിട്ട് ലഭിച്ചാണ്. അപ്പൊ അതിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾക്കുണ്ടെങ്കിൽ അതിനെ ചൊല്ലി നമ്മൾ അഹങ്കരിക്കേണ്ട അല്ലെങ്കിൽ നെഞ്ചിടിച്ച് കിടക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചു. ഫ്രീ ആയിട്ട് തന്നെ എടുക്കുവാനും നമുക്ക് ദൈവത്തിനെടുക്കാനും സാധിക്കും. അതുകൊണ്ട് എന്തും ഫ്രീ ആയിട്ട് തരുന്ന ദൈവത്തോട് നമ്മൾ ഒട്ടി നിൽക്കുക. ദൈവം നമ്മളെ ഉയർത്തും. എവിടെ ചെന്നാലും നമുക്ക് വിജയം ഉണ്ടാകും. അതുമല്ലെങ്കിൽ നമ്മളെ എപ്പോഴും പിറുപിറുത്ത് നടക്കേണ്ടി വരും. കാരണം അത് പൈശാചികതയുടെ അല്ലെ പരദൂഷണം പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരും. അത് പിശാചിന്റെ ഒരു ക്വാളിറ്റിയാണ്. വെരി ബ്യൂട്ടിഫുൾ ക്വാളിറ്റി ഓഫ് devil is to say murmuring, telling of others. മറ്റുള്ളവര് പരദൂഷണം പറഞ്ഞെടുക്കുക അല്ലെങ്കിൽ പിറുപിറുത്തെടുക്കുക. ഇത് പൈശാചിക ഗുണങ്ങളാണ്. പൈശാചിക ഫ്രൂട്ട്സ് എന്ന് പറയാം. പിശാചിന്റെ ചില ഫലങ്ങളാണ്. നമുക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ ഫലങ്ങളാണ്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം വരും.